എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, ആർട്ടിൻ സൂപ്പിനേക്കാൾ ഫലപ്രദമായൊരു ടോണിക്കിനെ പറ്റി നിങ്ങൾക്കറിയുമോ? എങ്കിൽ അതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഇപ്പം ജീവിതത്തിൽ നമ്മളെ എല്ലാ കാര്യത്തിലെയും ഏറ്റവും കൂടുതൽ പിന്നോട്ട് വലിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരോടോ അല്ലെങ്കിൽ സ്വയം തന്നെയുള്ള കോപം, വേദന, വിരോധം തുടങ്ങിയ നെഗറ്റീവ് വികാരങ്ങളാണ്. അപ്പോൾ നമ്മൾ എന്താണോ വൈബ്രേറ്റ് ചെയ്യുന്നത് അതേ ഫ്രീക്വൻസിയിലുള്ള കാര്യങ്ങളാണ് യൂണിവേഴ്സ് നമ്മളിലേക്ക് തിരിച്ചു കൊടുക്കുന്നത്. അതിനാൽ ക്ഷമ എന്നത് ഒരു മൂല്യം മാത്രമല്ല, വലിയ ശക്തിയുള്ള ഒരു എനർജി ഷിഫ്റ്റിംഗ് തന്നെയാണ്. അപ്പോൾ ക്ഷമ അല്ലെങ്കിൽ ഫോർഗീവ്നെസ് ആണ് ആർട്ടിൻ സൂപ്പിനേക്കാൾ ശക്തി കൂടിയ ടോണിക് എന്ന് പറയുന്നത്. അപ്പോൾ ക്ഷമ എന്നത് മറ്റൊരാളുടെ അല്ലെങ്കിൽ നമ്മുടെ തന്നെ പിഴവുകൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ഒരു തെറ്റ് അതിനോട് പൊറുക്കുകയും ആ വിരോധത്തെ വിട്ടയക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ചെയ്ത തെറ്റിനെ ആദ്യം മനസ്സിൽ അംഗീകരിക്കുക. സ്വന്തം തെറ്റിനെ തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ക്ഷമ തുടങ്ങുന്നത്. നമ്മുടെ തെറ്റ് മറ്റൊരാൾക്ക് ദുഃഖം എന്നൊരവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവരോട് തീർച്ചയായും നമ്മൾ മാപ്പ് ചോദിക്കണം. വിനയത്തോടെയുള്ള ഒന്ന് ക്ഷമിക്കണം എന്ന ഒരു വാക്ക് ഒരു വലിയ മാറ്റം തന്നെ വരുത്തിയേക്കാം. അതുപോലെ തന്നെ നമ്മൾ വീണ്ടും തെറ്റ് ആവർത്തിക്കില്ല എന്ന ബോധപൂർവമുള്ള ഒരു ശ്രമവും പ്രതിജ്ഞയും അത്യാവശ്യമാണ്. നമ്മൾ കോപം, വിരോധം തുടങ്ങിയ വികാരങ്ങൾ പിടിച്ചു നിർത്തുമ്പോൾ നമ്മുടെ വൈബ്രേഷൻ എന്താ ചെയ്യുന്നത്? അത് താഴ്ന്നുകൊണ്ടേയിരിക്കുന്നു. ക്ഷമിക്കുന്നത് നമുക്ക് എന്ത് പറ്റും? എനർജി ബ്ലോക്ക് മാറാനായിട്ട് സഹായിക്കുന്നു. ക്ഷമിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ലഘുവാകുന്നു. അതുപോലെ തന്നെ ലവ്, പീസ്, ക്ലാരിറ്റി തുടങ്ങിയ ഹൈ വൈബ്രേഷൻസ് ഉണ്ടാകുന്നു. യൂണിവേഴ്സ് ഇതേ ഫ്രീക്വൻസിയിലുള്ള നല്ല നല്ല അനുഭവങ്ങളും അവസരങ്ങളുമാണ് അപ്പോൾ നമ്മളിലേക്ക് ആകർഷിക്കുന്നത്. അപ്പം നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് എനർജി വിട്ട് കളയുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ അതുപോലെയുള്ള സംഭവങ്ങളെ ആകർഷിക്കാനുള്ള സാധ്യത കുറയുന്നു. മറ്റുള്ളവർ ചെയ്തത് ശരിയായിരുന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ അവരോട് ക്ഷമിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ സ്വയം നമുക്കുണ്ടായ പിഴവുകൾ അല്ലെങ്കിൽ നമ്മളെടുത്ത തെറ്റായ തീരുമാനങ്ങൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെൽഫ് ഫോർഗീവ്നെസ് കൊടുക്കുക. അപ്പം സ്വയം നമ്മൾ ക്ഷമിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അപ്പം ജീവിതത്തെ നമ്മൾ പലരും ജീവിതം മറ്റുള്ളവരുടേതുപോലെ അങ്ങനെയാകണം ഇങ്ങനെയാകണം എന്നൊക്കെ പ്രതീക്ഷിക്കാറുണ്ട്. അപ്പോൾ ജീവിതം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ആകാത്തതിനെതിരെ നമ്മൾക്കൊരു നിരാശ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ നിരാശ പോലും നമ്മൾ ക്ഷമിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മൾ ക്ഷമിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ സ്ഥലം ശൂന്യമാകുന്നു. പുതിയ പോസിറ്റീവ് ഇൻറ്റൻഷൻസ് സെറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഹെൽത്ത്, റിലേഷൻഷിപ്പ്, കരിയർ തുടങ്ങിയ ഫീൽഡുകളിൽ നമുക്ക് നല്ല പ്രോഗ്രസ് ഉണ്ടാവുകയും ചെയ്യും. അപ്പം യൂണിവേഴ്സ് നിങ്ങളുടെ പുതിയ എനർജിയോട് മാച്ച് ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങളായിരിക്കും നമ്മളിലേക്ക് ഈ ഫോർഗീവ്നെസ് മൂലം നടത്തിത്തരുന്നത്. ഇനി ക്ഷമിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ നിക്ഷേപം എന്ന് പറയുന്നത് സ്വന്തം ആന്തരിക സമാധാനം തന്നെയാണ്. ലോ ഓഫ് അട്രാക്ഷൻ അനുസരിച്ച് യു അട്രാക്റ്റ് വാട്ട് യു ഫീൽ. അതിനാൽ ക്ഷമിക്കുക എന്നുള്ളത് ഒരു സ്പിരിച്വൽ ആക്ട് മാത്രമല്ല, നിങ്ങളുടെ സ്വപ്ന ജീവിതം തന്നെ റിയലൈസ് ചെയ്യാനുള്ള ഏറ്റവും ശക്തമായ ഒരു ടൂൾസ് കൂടിയാണെന്ന് പറയാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.